അതിക്രൂരവും നിഷ്ഠുരവുമായൊരു കൊലപാതകമാണ് സിദ്ധാർത്ഥൻ്റേത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. സാങ്കേതികമായി നമുക്കതിനെ ആത്മഹത്യ എന്ന് പറയാമെങ്കിൽ കൂടി ഞാൻ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചതാണ്. 18ഓളം മുറിവുകളാണ് ആ ശരീരത്തിലുള്ളത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ വ്യക്തമായി പറയുന്നത് ആ മുറിവുകളുടെ എല്ലാം പഴക്കമെന്ന് പറയുന്നത് 2 മുതൽ 3 ദിവസം വരെയാണ്. എവിടെയൊക്കെയാണ് മുറിവുകൾ? തലയോട്ടിയിൽ, കഴുത്തിൽ, നെഞ്ചിൽ, വയറ്റിൽ, കൈകളിൽ ഒക്കെയാണ് ആ മുറിവുകളുള്ളത്. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്തു എന്നത് വസ്തുതയാണെങ്കിലും അതിനു മുമ്പ് ശക്തമായ അസോൾട്ട് നടന്നിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് ആ പോസ്റ്റ്മോർട്ടം പറയുന്നുണ്ട്. ഇനി ഈ കേരളത്തിലെ ക്യാമ്പസുകളിലൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒട്ടേറെ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണം എന്നൊരു അഭിപ്രായം പൊതുസമൂഹത്തിൽ രൂപപ്പെട്ടു വന്നത്? നിശ്ചയമായും അത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ സംഭവിച്ചതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ആ കൊലപാതകങ്ങളൊക്കെ തന്നെയും രാഷ്ട്രീയ ആശയങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു. ഞാൻ കൊലപാതകങ്ങളെ ന്യായീകരിക്കുകയല്ല. പക്ഷേ SFIക്ക് ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്, KSUവിന് ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്, ജീവിച്ചിരുന്ന രക്തസാക്ഷികളുണ്ട്. ഇപ്പോൾ സൈമൺ ബ്രിട്ടോയുടെ നടുവിനാണ് കുത്തുകൊണ്ടത്. 35 വർഷമാണ് ബെഡ് റിഡനായിട്ട് സൈമൺ ബ്രിട്ടോ കിടന്നിരുന്നത്. അപ്പം മരിച്ചവരും ജീവിച്ചിരുന്നവരുമായിട്ടുള്ള രക്തസാക്ഷികൾ ഒട്ടേറെ ഈ ക്യാമ്പസുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയ ആശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റുമുട്ടലുകളുടെ ഭാഗമായിട്ടായിരുന്നു. ഞാനതിനെ ന്യായീകരിക്കാത്തപ്പോഴും അതിനൊരു ആശയത്തിൻ്റെ സ്വഭാവമുണ്ടായിരുന്നു. എന്നാൽ ഈ കൊലപാതകം എന്താണ്? ഈ കൊലപാതകം എന്ന് പറയുന്നത് പൂർണ്ണമായും വ്യക്തിവൈരാഗ്യമാണ്. വ്യക്തിവൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിദ്യാർത്ഥിയെ ഒരു രാഷ്ട്രീയ സംഘടന 3 ദിവസം തുടർച്ചയായി പീഡിപ്പിക്കുന്നു. നമ്മളൊക്കെ ഊണ് കഴിക്കുകയും ഉറങ്ങുകയും സിനിമ കാണുകയും ചിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പ്രായക്കാരൻ, 20 വയസ്സുകാരൻ കേരളത്തിലെ ഒരു സർവകലാശാലയിലെ ഹോസ്റ്റലിൽ കിടന്ന് നരകിക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് ഈ 3 ദിവസം തുടർച്ചയായി സംഭവിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ സംഭവിക്കണമെങ്കിൽ അവിടെ ഒരു പിന്തുണ ആവശ്യമില്ലേ? ആ ക്യാമ്പസിലുള്ള മുഴുവൻ ആളുകളും അതിനെ പിന്തുണയ്ക്കുകയാണ്. എങ്ങനെയാണ് അങ്ങനെ പിന്തുണയ്ക്കാൻ കഴിയുക? അവിടെയുള്ള 130 വിദ്യാർത്ഥികളും അല്ലെങ്കിൽ എല്ലാ അധ്യാപകരും എല്ലാ സ്റ്റാഫും ക്രൂരന്മാരാണ്, നരഭോജികളാണ് എന്ന് നമ്മൾ വിശ്വസിക്കണോ? അങ്ങനെയല്ല. അവർക്ക് ശബ്ദിക്കാൻ കഴിയാത്ത വിധം ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. ആ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിയാണ് SFI എന്ന് ഞാൻ പറയുന്നത്. കാരണം അത് സംഘടനാ ശക്തിയാണ്. ആ സംഘടനാ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നു. പുറത്തൊരക്ഷരം പറഞ്ഞാൽ നിങ്ങളുടെ തല കാണില്ല എന്നാണ് ഓരോ നേതാക്കളും ഈ വിദ്യാർത്ഥികളോട് പറഞ്ഞത്. അത് പേടിച്ചിട്ടാണ് അവർ മിണ്ടാതിരുന്നത്. മാത്രമല്ല, ആരാ ഈ വിവരം പുറത്തു പറഞ്ഞത്? അന്യസംസ്ഥാനത്തു നിന്നുള്ള 3 PG വിദ്യാർത്ഥികളാണ് ആദ്യം ഈ വിവരം പുറത്തേക്ക് വിടുന്നത്. അവർക്ക് SFI ഒരു പ്രശ്നമല്ല, അവർക്ക് ഇവിടെ തുടരേണ്ട കാര്യമില്ല. അവിടെ അതുമാത്രമല്ലല്ലോ, ആ ക്യാമ്പസിൻ്റെ ഒരു സ്വഭാവം നോക്കിയേ. ആ ക്യാമ്പസിൽ സർവകലാശാലയുണ്ട്, സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ട്, ഡീനിൻ്റെ ക്വാർട്ടേഴ്സ് ഉണ്ട്, മറ്റ് സ്റ്റാഫുകളുടെ ക്വാർട്ടേഴ്സ് ഉണ്ട്, ലേഡീസ് ഹോസ്റ്റലുണ്ട്, മെൻസ് ഹോസ്റ്റലുണ്ട്. ഇതൊന്നും വലിയ ദൂരത്തിലല്ല. ഇതെല്ലാം ആ പരിസരത്ത് തന്നെയാണ്. വളരെ ചെറിയ അകലത്തിലാണ്. ഒരു കുട്ടി കരയുന്നത് കേട്ടാൽ ആളുകൾക്ക് ഓടിയെത്താവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് ഓടിയെത്തിയില്ല? 3ാമത്തെ ദിവസമാണ് ഈ ഡീൻ എന്ന് പറയുന്ന കഥാപാത്രം അവിടെ എത്തിയത്. ഈ ബാത്റൂമിൽ മരിച്ചു കിടക്കും. എന്തിനാണെന്നറിയാമോ? മരണം സ്ഥിരീകരിക്കാനാണ്. അതിനു മുമ്പ് വാട്ടർ ടാങ്കിൻ്റെ താഴ്ത്ത് വെച്ചിട്ട് അയാളെ അപമാനിച്ചില്ലേ, മർദ്ദിച്ചില്ലേ, നടുമുറ്റത്ത് കൊണ്ടുവന്ന് മർദ്ദിച്ചില്ലേ? ഇദ്ദേഹത്തിന് വാർഡൻ്റെ ഒരു ചുമതല കൂടിയുണ്ടല്ലോ. ഇദ്ദേഹം ഒന്നും അറിഞ്ഞില്ലേ? അവിടെ കലാനാഥൻ എന്ന് പറഞ്ഞിട്ട് MK നാരായണൻ എന്ന് പറയുന്ന ഡീനിന് പുറമെ കലാനാഥൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസിസ്റ്റൻറ്റ് വാർഡനുമുണ്ട്. അയാൾക്കാണ് അവിടുത്തെ ചുമതല. ഈ MK നാരായണൻ ഒരു മനുഷ്യസ്നേഹിയാണെന്നാണ് അല്പം മുമ്പ് ചിഞ്ചുറാണി പറഞ്ഞത്. കുട്ടികളോടൊക്കെ വലിയ വാത്സല്യമാണെന്നാണ് പറഞ്ഞത്. 3 ദിവസമായി ഒരു വിദ്യാർത്ഥി തുടർച്ചയായി മർദ്ദിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ആഹാരം കൊടുക്കുന്നില്ല, വെള്ളം കൊടുക്കുന്നില്ല, അവൻ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതറിയാതിരിക്കുന്ന MK നാരായണൻ, അതറിയാതിരിക്കുന്ന കലാനാഥൻ, അതിന് കൂട്ടുനിന്ന മുഴുവൻ SFIയുടെയും പ്രവർത്തകർ, അവിടെ നിശബ്ദത പാലിച്ച വിദ്യാർത്ഥികൾ, ഇവരൊക്കെ കൂടെ ചേർന്ന് സൃഷ്ടിച്ചൊരു രക്തസാക്ഷിയാണ് ഈ സിദ്ധാർത്ഥൻ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ SFI അങ്ങേയറ്റം അപലപിക്കപ്പെടേണ്ട ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവർ ലജ്ജിക്കണം. SFIയിൽ ചില പുഴുക്കുത്തുകളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രാഷ്ട്രീയ സംഘടനയ്ക്ക് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ആ ക്യാമ്പസ് എന്ന് പറയുന്നത് പരിപൂർണമായും SFIയുടെ നിയന്ത്രണത്തിലാണ്. മൊത്തം സീറ്റുകൾ ഏകപക്ഷീയമായി വിജയിക്കുന്ന ക്യാമ്പസാണത്. ആ ക്യാമ്പസിൽ അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ 1, 2, 3 പേര് മാത്രം വിചാരിച്ചാൽ ഈ പറയുന്ന ഒരു ഭീകരാന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാൻ പറ്റില്ല. ഇപ്പോൾ 2, 3 പേര് ചേർന്നിട്ട് ഒരു കുട്ടിയെ ഒരു മുറിയിൽ കൊണ്ടുപോയി അടച്ചിട്ട് മർദ്ദിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരെന്നെ ചെറുക്കുമെന്നേ. അങ്ങനെ ചെറുക്കാൻ കഴിയാത്തത്, അതിന് നിശബ്ദ സാക്ഷികളായി കുടപിടിക്കുന്ന അധ്യാപകരും അനധ്യാപകരും ഉള്ളത് ഈ സംഘടനാശേഷി കൊണ്ടാണ്. ആ സംഘടനാശേഷി എന്തുകൊണ്ട് ഭയക്കുന്നു? ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ പറയുന്ന ഈ തുടർഭരണത്തിൻ്റെ ഒരു മനോനില വളരെ ശ്രദ്ധിക്കണം. CPM വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഈ നവകേരള സദസ്സിൽ തൊട്ടു പിന്നാലെ ബൈക്കിൽ വടിയുമായി സഞ്ചരിച്ച ഒരു DYFI പടയുണ്ടല്ലോ. അവർ ഈ ജീവൻ രക്ഷാ പ്രവർത്തനമാണല്ലോ നടത്തിയത്. അതുപോലെ തന്നെ SFI പല സ്ഥലങ്ങളിൽ SFI ആക്രമണം നടത്തിയിട്ടുണ്ട്, പോലീസുകാരെ അടിച്ചോടിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം കേരളത്തിന് നല്ലതല്ല. ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ CPM ഇത് പരിശോധിക്കണം. കാരണം വെച്ചാൽ ഈ മുഖ്യമന്ത്രി പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഒരു സവിശേഷ മനോനില എന്ന്. അത്തരം പ്രത്യേകമായ മനോനിലയിലേക്ക് ഈ ബഹുജന സംഘടനകൾ പോകാൻ അനുവദിച്ചുകൂടാ. അതുണ്ടാക്കുന്ന എതിർവികാരം വളരെ വലുതാണ്. അതൊരു പാർട്ടി എന്നുള്ളതിലേക്ക് CPM ക്ഷീണമാണ്. അതുകൊണ്ട് ഇതിൻ്റെ
ഉത്തരവാദിത്വത്തിൽ നിന്ന് SFI എന്ന സംഘടനയ്ക്കോ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് CPM-നോ മാറാൻ കഴിയില്ല. അവരുടെ ആത്മപരിശോധന CPM നടത്തണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി നേതൃത്വം എടുക്കരുത്. അതുപോലെ തന്നെ SFIയുടെ സംഘടനാ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത് മറച്ചു വെച്ചു എന്നേ. ഈ 3-4 ദിവസം ഇത് മറച്ചു വെച്ചു, തെറ്റൊളിപ്പിക്കാൻ ശ്രമിച്ചു, യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചു. അതെങ്ങനെയാണ്? ഒരു പ്രത്യേകതരം കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട്. ആ കൂട്ടായ്മ ഉണ്ടാക്കുന്നത് ഭയം കൊണ്ടാണ്, ഭീതി കൊണ്ടാണ്. ആ ഭീതി ഉണ്ടാക്കിയത് SFI ആണ് ആ ക്യാമ്പസിൽ. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് SFIക്ക് മാറാൻ കഴിയില്ല. അവസാനമായി പറയട്ടെ, ഇത് ക്രൂരമായ, നിന്ദ്യമായ കൊലപാതകമാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. Meet the editors.